വാട്ടർ ടാങ്ക് എന്ന വ്യാജേന തിരുവനന്തപുരത്ത് വിവിധ സ്ഥലങ്ങളിൽ റിലയൻസ് മൊബൈൽ ടവറുകൾ സ്ഥാപിച്ചു. ഉയർന്ന റേഡിയേഷനുള്ള ടവറുകൾക്കെതിരെ പൊതുജനങ്ങളുടെ പ്രതിഷേധം ഭയന്നാണ് വാട്ടർ ടാങ്കുകളിൽ ടവർ സ്ഥാപിച്ച് കമ്പനി ജനങ്ങളെ കബളിപ്പിച്ചത്. കെട്ടിട ഉടമകൾക്ക് വൻ തുക വാടക നൽകിയാണ് വാട്ടർ ടാങ്കുകളിൽ ടവർ സ്ഥാപിച്ചത്. പൊക്കം കുറഞ്ഞ ബിൽഡിംഗുകൾക്ക് മുകളിൽ ആര് നോക്കിയാലും വാട്ടർ ടാങ്ക് എന്ന് തോന്നുന്ന രീതിയിലാണ് ടവറുകളുടെ നിർമ്മാണം. ഉയർന്ന റേഡിയേഷനുള്ള ടവറുകളുടെ നിർമ്മാണം നാട്ടുകാർ എതിർത്തതോടെയാണ് വാട്ടർ ടാങ്കുകളായി ടവറുകൾ രൂപാന്തരം പ്രാപിച്ചത്. സ്വകാര്യ വ്യക്തികളുടെ ബഹുനില കെട്ടിടത്തിന് മുകളിലാണ് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ടവറുകൾ ഇടം പിടിച്ചിട്ടുള്ളത്. വാടക ഇനത്തിലും അഡ്വാൻസായും വൻതുക ലഭിക്കുമെന്നതിനാൽ ഇവരുടെ ഒത്താശയും കമ്പനിക്കുണ്ട്. രാത്രിയിൽ അതീവ രഹസ്യമായാണ് ടവറുകൾ നിർമ്മിച്ചിട്ടുള്ളത്. കൂറ്റൻ വാട്ടർ ടാങ്ക് കെട്ടിടത്തിന് മുകളിലെത്തിച്ച് അതിനുള്ളിൽ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയാണ് രീതി. പരിശോധന നടത്തിയപ്പോഴേക്കും ടാങ്കിനകത്ത് വൺ എക്യുപ്മെന്റുകൾ വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ഇതിൽ നിന്ന് കണക്ഷൻ എടുത്ത് താഴേക്കുള്ള വലിയ കേബിളിലേക്ക് കണക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതായിട്ടും കണ്ടു. റിലയൻസിന്റെ ഓഫീസിൽ, തിരുവനന്തപുരം ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോഴേക്കും അവർക്ക് യാതൊരു പേപ്പറും അവിടെ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തിട്ടില്ല, ലൈസൻസോ മറ്റു കാര്യങ്ങൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടില്ല. കാരണം എന്തുകൊണ്ട് ഇത് പരസ്യമായിട്ട് ചെയ്യുന്നില്ല? ഇത് രാത്രി മാത്രം ഈ വർക്ക് നടത്തുന്നു, രഹസ്യമായിട്ട് ഈ വർക്ക് നടത്തുന്നു. എന്നാൽ അനധികൃതമായി തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്നും കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ് പുതിയ രീതിയിലുള്ള ടവർ നിർമ്മാണത്തിന് പിന്നിലെന്നുമാണ് കമ്പനി അധികൃതരുടെ വിശദീകരണം. ഒറ്റനോട്ടത്തിൽ ആരും സംശയിക്കില്ല. വീടുകളിലും കെട്ടിടത്തിന് മുകളിലും സാധാരണ കാണുന്ന വാട്ടർ ടാങ്ക് എന്നേ പറയൂ. ജനങ്ങളുടെ പ്രതിഷേധം മറികടക്കാൻ റിലയൻസ് കമ്പനിയുടെ പുതിയ തന്ത്രം. ബഹുജന പ്രക്ഷോഭം ശക്തമാകുമ്പോൾ മൊബൈൽ ടവറുകൾ ഏതെല്ലാം രീതിയിൽ രൂപാന്തരം പ്രാപിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. തിരുവനന്തപുരത്ത് നിന്നും അനിരുദ്ധൻ വെള്ളൂരിനൊപ്പം അൽ അമീൻ, മീഡിയ 1.